മക്കൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ അത് നമ്മളെ കൊണ്ടാവുന്നതാണെങ്കിൽ അങ്ങ് സാധിച്ചു കൊടുക്കണമല്ലോ. കുറച്ച് വൈകുമെന്ന് മാത്രം. കഴിഞ്ഞ വർഷം തൊട്ട് ഒരാൾ സ്നോ പാർക്ക് കാണാൻ ആഗ്രഹം പറയുന്നു. അതിനുള്ള മുഹൂർത്തം കണ്ടുപിടിച്ചിട്ടുണ്ട്. പോയിട്ട് തന്നെ കാര്യം. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എൻ്റെ സ്കൂൾ ടൈം ടൂറൊക്കെ ഓർമ്മ വന്നത്. മാംഗ്ലൂർ മാനസ വാട്ടർ തീം പാർക്ക് സ്റ്റാർട്ട് ചെയ്ത സമയം. കുറേ വർഷങ്ങളോളം സ്കൂളിലെ വൺ ഡേ ട്രിപ്പ് അങ്ങോട്ടായിരുന്നു. വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. പക്ഷെ എല്ലാ കൊല്ലവും റിപ്പീറ്റ് അടിച്ച് പോയിക്കൊണ്ടിരിക്കും. ഫ്രണ്ട്സിന്റെ കൂടെയുള്ള അടിച്ചുപൊളി മാത്രമാണല്ലോ ഉദ്ദേശം. അതിനു മുൻപ് മിൽമ ഓഫീസും പത്രം പ്രിന്റ് ചെയ്യുന്നത് കാണലൊക്കെ ആയിരുന്നു സ്ഥിരം. മാനസകാലം അവസാനിച്ചത് കണ്ണൂർ വിസ്മയ പാർക്കിന്റെ വരവോടെയായിരുന്നു. പിന്നെ അത് തന്നെ കുറെ കാലം. വിസ്മയയിൽ പോകുമ്പോൾ പിന്നെ സ്നേക്ക് പാർക്ക് വിസിറ്റ് നിർബന്ധമാണല്ലോ. ഞാൻ ഈ പറഞ്ഞത് 90s കാസർഗോഡിയൻസിന് റിലേറ്റ് ചെയ്യാൻ പറ്റും ഇല്ലേ? ഇതൊന്നും അന്ന് മാത്രം ഉണ്ടായിരുന്ന പ്രതിഭാസമല്ല. ഇപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാ. സ്റ്റുഡൻ്റ് ആയിരുന്നപ്പോഴും പിന്നെ ടീച്ചർ ആയപ്പോഴും എല്ലാ വർഷത്തിലുള്ള ഈ ഒരു ട്രിപ്പ് ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ യാത്രയ്ക്ക് ചുക്കാൻ പിടിച്ചത് ആരാന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. സ്കൂളിൽ നിന്നുള്ള ട്രിപ്പ് ഒരു പ്രത്യേക വൈബ് തന്നെ. പക്ഷേ ഫാമിലി ആയിട്ട് പോകാനുള്ള അവസരങ്ങളും ഒട്ടും പാഴാക്കാറില്ല. ഈ അടുത്ത കാലത്താണ് കംഫർട്ടും കൺവീനിയൻസും ഒക്കെ നോക്കി യാത്രയും സുഖമുള്ളതാവണം എന്നൊക്കെ പരിഗണിച്ചു തുടങ്ങിയത്. മുൻപ് ലക്ഷ്യം മാത്രമായിരുന്നു പ്രധാനം. മാർഗം പിന്നെ നമ്മൾ കാര്യമാക്കാറില്ല. എന്നാലും എന്ത് സുഖമുള്ള ഓർമ്മകളാണെന്നോ. അങ്ങനെ നമ്മൾ ട്രെയിനിലും ബസ്സിലും ഓട്ടോയിലും ഒക്കെയായി സിൽവർ സ്റ്റോം സ്നോ പാർക്കിലെത്തി. ക്രിസ്മസിന്റെ തലേദിവസം ആയതുകൊണ്ട് ഒരു വല്ലാത്തൊരു ക്രിസ്മസ് വൈബ് അവിടെ ഉണ്ടായിരുന്നു. സ്നോ പാർക്കിലെ കാഴ്ചകൾ അടുത്ത വീഡിയോയിലാവട്ടെ.